നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വിൻസി അലോഷ്യസ്. അടുത്തിടെ പുറത്തിറങ്ങിയ നിരവധി മലയാള സിനിമകളിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത്. സോളമന്റെ തേനീച്ചകൾ എന്ന സിനിമയിലൂടെയായിരുന്നു നടിയുടെ അരങ്ങേറ്റം. പിന്നീട് കനകം കാമിനി കലഹം എന്ന സിനിമയിൽ താരം അഭിനയിച്ചു. വികൃതി എന്ന സിനിമയിലും താരം ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വളരെ സജീവമാണ് താരം. തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ താരം ആരാധകരെ അറിയിക്കാറുണ്ട്. താരം അറിയിക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, തന്റെ തീരുമാനങ്ങൾ അതുപോലെ സമൂഹത്തോട് വിളിച്ചു പറയാൻ പേടിയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് വിൻസി. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയ ഒരു പ്രമുഖ നടനെക്കുറിച്ച് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് വീണ്ടും ചർച്ചയാകുന്നത്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോ ചാക്കോ എന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫിലിം ചേംബറിന് നൽകിയ പരാതിയിലാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും വിൻസി പരാതി നൽകിയിരുന്നു. വിൻസിയുടെ പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഷൈൻ ടോ ചാക്കോ വിൻസിയോട് അപമര്യാദയായി പെരുമാറിയത്. റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമയാണ് സൂത്രവാക്യം. ലഹരി ഉപയോഗിച്ച് ഷൈൻ ടോ ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നും വിൻസി അമ്മയ്ക്ക് നൽകിയ പരാതിയിലുണ്ട്. ഫിലിം ചേംബറിനും അമ്മയ്ക്കും പുറമെ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി വിൻസി വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കൊപ്പം അഭിനയിക്കില്ല എന്നും താരം പറഞ്ഞിരുന്നു. ഷൂട്ടിങ്ങിനിടെ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാൻ പോയി. അപ്പോൾ ഞാനും വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക്, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലൂടെ പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്നായിരുന്നു വിൻസി പറഞ്ഞിരുന്നത്. ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വായിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി തുപ്പുന്നത് കണ്ടിരുന്നുവെന്നും വിൻസി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ താരസംഘടനയായ അമ്മ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. വിഷയം സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി ചർച്ച ചെയ്തു എന്നും പരാതി നൽകിയാൽ നടപടിയെടുക്കുമെന്ന് നടന്റെ ഭാരവാഹിയുമായ ജയൻ ചേർത്തല പറഞ്ഞിരുന്നു. WCCയും വിൻസിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനിടെ സംഭവത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് എക്സൈസും അറിയിച്ചിരുന്നു. നടിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സ്റ്റേറ്റ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാണ് വിവരം. വിൻസിയിൽ നിന്ന് പരാതി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസും ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഷൈൻ ടോ ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യം ഉയരുന്നുണ്ട്. ഇതാദ്യമായല്ല ലഹരി കേസിൽ ഷൈൻ ടോ ചാക്കോയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. 2015 ജനുവരിയിൽ നിരോധിത ലഹരി മരുന്നായ കൊക്കൈനുമായി ഷൈനിനെയും മറ്റ് 4 പേരെയും കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസ് പിന്നീട് ഷൈനിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോ ചാക്കോയ്ക്കിടെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിൻസി പരാതിയുമായി രംഗത്തെത്തിയത്. വിൻസിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എക്സൈസ് വിവരങ്ങൾ തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടു എന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടും. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് കൊച്ചി എക്സൈസ് വിവരങ്ങൾ തേടുക. പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തുകയുള്ളൂ. അതേസമയം കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടിയിരിക്കുകയാണ് നടൻ ഷൈൻ ടോ ചാക്കോ. ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഡാൻസ് ഓഫ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയ്ക്കിടെ ഇന്നലെ രാത്രിയാണ് സംഭവം. ഷൈൻ ഇറങ്ങി ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 10:58ഓടെയാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയത്. 5ലധികം പോലീസുകാർ സംഘത്തിലുണ്ടായിരുന്നു. കൊച്ചി നർക്കോട്ടിക്സ് SP-യുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. മുറിയിൽ പരിശോധന നടത്തുന്നതിനിടെ ജനൽ വഴി താഴേക്കിറങ്ങിയ ഷൈൻ റിസപ്ഷൻ വഴി ഓടി രക്ഷപ്പെട്ടു. ഷൈൻ ഇറങ്ങി ഓടുന്ന രംഗങ്ങൾ CCTV-യിൽ ദൃശ്യമാണ്. അതേസമയം പരിശോധനയിൽ നടന്റെ മുറിയിൽ നിന്നും ലഹരി ഉപകരണങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. ഉടൻ തന്നെ നടനെ കസ്റ്റഡിയിലെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോ ചാക്കോ ആണെന്ന് നടി വിൻസി അലോഷ്യസ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് അവർ താരസംഘടനയായ അമ്മയ്ക്ക് പരാതിയും നൽകിയിരുന്നു. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടനിൽ നിന്ന് ദുരനുഭവം നേരിട്ടതെന്നാണ് വിൻസി പരാതിയിൽ പറയുന്നത്. താരസംഘടനയെ കൂടാതെ ഫെഫ്ക, ഫിലിം ചേംബർ എന്നീ സംഘടനകൾക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഷൈൻ ടോ ചാക്കോയ്ക്കെതിരെ വിൻസി വെളിപ്പെടുത്തൽ നടത്തിയത്. ഒന്നിച്ച് അഭിനയിച്ച നടനിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്നായിരുന്നു നടി പറഞ്ഞത്. പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. ലൊക്കേഷനിൽ വെച്ച് എന്റെ വസ്ത്രത്തിന്റെ ഷോൾഡറിൽ ചെറിയൊരു പ്രശ്നം വന്നിരുന്നു. ഇതോടെ അടുത്ത് വന്നിട്ട് ഞാൻ നോക്കട്ടെ, ഞാൻ ശരിയാക്കി തരാമെന്നാണ് അയാൾ പറഞ്ഞത്. മറ്റൊരു അവസരത്തിൽ ഒരു സീനിനിടെ നടന്റെ വായിൽ നിന്നും വെള്ളപ്പൊടി പുറത്തേക്ക്
മുഖത്തേക്ക് തുപ്പി. അദ്ദേഹം സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ കഷ്ടപ്പെടുന്നത് കണ്ടതിനാലാണ് താൻ സിനിമയിൽ തുടർന്നും സഹകരിക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ താരസംഘടന ഉൾപ്പെടെയുള്ളവർ നടിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. വിൻസി നടന്റെ പേരിൽ പരാതി നൽകാൻ തയ്യാറായാൽ തുടർ നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്നായിരുന്നു സംഘടന വ്യക്തമാക്കിയത്. നടി പരാതി നൽകിയ സാഹചര്യത്തിൽ ഷൈനെ സംഘടനയിൽ നിന്നും ഉടൻ പുറത്താക്കിയേക്കുമെന്നാണ് സൂചന. അതേസമയം ഇതാദ്യമായല്ല ഷൈംടോ ചാക്കോയുടെ പേരിൽ ലഹരി ആരോപണം ഉയരുന്നത്. നേരത്തെ ലഹരി കേസിൽ ഷൈംടോ ചാക്കോ അറസ്റ്റിലായിരുന്നു. 2015 ഇതിഹാസ എന്ന ചിത്രത്തിൽ അഭിനയിച്ച് കരിയറിൽ കത്തി നിൽക്കുമ്പോഴായിരുന്നു ഇത്. കൊച്ചി കല്ലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ 1 മണിക്ക് നടന്ന റെയ്ഡിലായിരുന്നു ഷൈൻ അറസ്റ്റിലായത്. അന്ന് കൊക്കൈനാണ് ഷൈൻ ഉപയോഗിച്ചതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. എന്നാൽ കേസിൽ വേണ്ടത്ര തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചില്ല. ഇതോടെ കോടതിയിൽ നിന്നും കേസ് തള്ളിപ്പോയി. മാത്രമല്ല രക്തപരിശോധനയടക്കം അന്ന് പ്രതികൾക്ക് അനുകൂലമായിരുന്നു. അതേസമയം പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി താരസംഘടനയായ അമ്മ രംഗത്തെത്തിയിരുന്നു. വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമാണെന്ന് പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണെന്നും അമ്മ സംഘടന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പേര് രേഖപ്പെടുത്തി പരാതി ലഭിച്ചാൽ ആരോപണ വിധേയൻ അമ്മ അംഗമാണെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് താരസംഘടന അറിയിച്ചിരുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ബുധനാഴ്ച കൊച്ചിയിൽ ചേർന്ന അഡ്ഹോക് കമ്മിറ്റി അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ചലച്ചിത്ര മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അമ്മ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നത്. ഒരു തരത്തിലും ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചതായും വാർത്താക്കുറിപ്പിലുണ്ട്. ചലച്ചിത്ര മേഖലയുടെ സുതാര്യമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ അമ്മ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിക്കും. ഇതേ വിഷയത്തിൽ മറ്റ് സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അമ്മയുടെ പങ്കാളിത്തമുണ്ടാകുമെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് ഒരു നടൻ മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ. ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്നും നടി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.